എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ CM കിഡ്സ് സ്കോളർഷിപ്പിലെ അതായത് LSS സ്കോളർഷിപ്പിലെ ഏതാനും മോഡൽ ചോദ്യങ്ങളാണ് പരിശോധിക്കാൻ പോകുന്നത്. ഇത് ഏറ്റവും പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ്. നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ ഉണ്ടാകുക എന്ന് അതിൽ കുറച്ച് ഉദാഹരണങ്ങൾ നൽകിയിരുന്നു. അതിനെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ കാണാൻ പോകുന്നത്. പരിസര പഠനത്തിലെ ഒന്നാമത്തെ യൂണിറ്റായ ജീവികളും ചുറ്റുപാടും, അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ചോദ്യങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് നിങ്ങളൊരു പേപ്പറും പേനയും എടുത്ത് വെക്കണം. ഓരോ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ നിങ്ങളുടെ പേപ്പറിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് വീഡിയോ പോസ് ചെയ്തിട്ട് ഉത്തരം രേഖപ്പെടുത്തുക. അതിനുശേഷം വീഡിയോ ബാക്കി കാണുക. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മത്സ്യത്തിന്റെ അനുകൂലനങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? എ, രണ്ടഗ്രവും കൂർത്ത് വഞ്ചിയുടേത് പോലുള്ള ശരീരാകൃതിയാണ് ഉള്ളത്. ബി, വഴുവഴുത്ത ശരീരമാണ്. സി, ശൽക്കങ്ങൾ ഉപയോഗിച്ച് ശ്വസിക്കുന്നു. ഡി, വാൽച്ചിറകുകൾ ഉപയോഗിച്ചാണ് സഞ്ചരിക്കുമ്പോൾ ദിശ മാറ്റുന്നത്. അപ്പോൾ ചോദ്യം നന്നായിട്ട് വായിക്കുക, വീഡിയോ പോസ് ചെയ്യുക, ഉത്തരം നിങ്ങളുടെ പേപ്പറിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ഉത്തരം ഏതാണെന്ന് പരിശോധിക്കാം. അതിനു മുൻപ് ചോദ്യം നല്ല രീതിയിലൊന്ന് വായിച്ചേ മതിയാകൂ. താഴെ പറയുന്നവയിൽ മത്സ്യത്തിന്റെ അനുകൂലനങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ ശരിയായത് കണ്ടു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഓപ്ഷൻ വായിച്ചു അത് ശരിയാണെന്ന് കണ്ടാൽ ശരിയാണല്ലോ എന്ന് കരുതി അതിന് ടിക്ക് ഇടരുത്. കാരണം നമ്മളോട് ചോദിച്ചത് തെറ്റായ പ്രസ്താവനയാണ്. നമുക്ക് ഓരോ പ്രസ്താവനയും വായിച്ചു നോക്കാം. എ, രണ്ടഗ്രവും കൂർത്ത് വഞ്ചിയുടേത് പോലുള്ള ശരീരാകൃതിയാണ് ഉള്ളത്. ആ പ്രസ്താവന ശരിയാണോ? തീർച്ചയായും ശരിയാണ്. നമ്മൾ പഠിച്ച കാര്യമാണ്. നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് തന്നെയാണ്, ഒരുപാട് പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും, ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ആദ്യം പറയുന്ന ഒരു കാര്യമാണ് തോണിയുടേത് പോലുള്ള രണ്ടഗ്രവും കൂർത്ത ശരീരാകൃതിയാണ്. ആ വെള്ളത്തിലൂടെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ മത്സ്യത്തിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രസ്താവന ശരിയാണ്. അപ്പൊ നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തി, നമുക്കൊന്ന് ഓർമ്മ വെക്കാൻ വേണ്ടി നമ്മൾ അവിടെ ശരിയിട്ട് അടയാളപ്പെടുത്തി വെച്ചു. രണ്ടാമത്തത് വഴുവഴുത്ത ശരീരമാണ്. ജലജീവികൾക്ക് പൊതുവെയുള്ളൊരു അനുകൂലനം സവിശേഷതയാണ് വഴുവഴുത്ത ശരീരം. ശരിയാണ്. മൂന്നാമത്തത് ശൽക്കങ്ങൾ ഉപയോഗിച്ച് ശ്വസിക്കുന്നു. ആ പ്രസ്താവന ശരിയാണോ? മത്സ്യങ്ങൾ ശ്വസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അവയവം ഏതാണ്? ചെകിളപ്പൂക്കളാണ്. ചെകിളപ്പൂക്കൾക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, ശകുലങ്ങൾ. എന്നാൽ ഇവിടെ ചോദിച്ചത് ഏതാണ്? ശൽക്കങ്ങളാണ്. ശൽക്കങ്ങൾ എന്നാൽ ചെതുമ്പലുകളാണ്. അപ്പോൾ ഈ ശൽക്കങ്ങൾ ഉപയോഗിച്ചല്ല ശ്വസിക്കുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് വേണ്ടിയിരുന്ന തെറ്റായ പ്രസ്താവന. തെറ്റ് നമ്മൾ അവിടെ രേഖപ്പെടുത്തി. നമുക്ക് അവസാനത്തെ ഓപ്ഷൻ കൂടി വായിച്ചു നോക്കാം. വാൽച്ചിറകുകൾ ഉപയോഗിച്ചാണ് സഞ്ചരിക്കുമ്പോൾ ദിശ മാറ്റുന്നത്. ശരിയാണ്. സഞ്ചരിക്കുമ്പോൾ ദിശ മാറ്റാൻ വേണ്ടിയിട്ട് വാൽച്ചിറകുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ശരിയാണ്. നമ്മൾ ഇവിടെ തിരഞ്ഞെടുക്കേണ്ടത് ഏത് ഓപ്ഷനാണ്? സി ആണ്. ശൽക്കങ്ങൾ ഉപയോഗിച്ച് ശ്വസിക്കുന്നു. അതാണ് തെറ്റായ ഓപ്ഷൻ. അതിനാണ് നമ്മൾ ടിക്ക് ഇടേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ചോദ്യത്തിന്റെ രീതി ഏത് രീതിയിലാണ് വന്നതെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനിയും ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ ഇതേപോലെ വെറും ഓപ്ഷൻ വരുന്നത് മാത്രമല്ല ഉള്ളത്. നമുക്ക് അടുത്തൊരു ചോദ്യം കൂടി പരിശോധിക്കാം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ സസ്യങ്ങൾ മരുഭൂമിയിൽ വളരുന്നതിന് സഹായിക്കുന്ന അനുകൂല ഘടകങ്ങൾ ഏതെല്ലാം? 1, നേർത്ത തണ്ട്. 2, ആഴത്തിലുള്ള വേരുകൾ. 3, വലിയ ഇലകൾ. 4, തണ്ടുകളിലെ മെഴുകുപോലത്തെ ആവരണം. അപ്പോൾ ചോദ്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, മരുഭൂമിയിൽ വളരാൻ സഹായിക്കുന്ന അനുകൂല ഘടകങ്ങളാണ് നമുക്ക് വേണ്ടത്. നേർത്ത തണ്ട് സഹായിക്കുമോ? ഇല്ല. അവിടെ വണ്ണം കൂടിയ തണ്ട് വേണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കാരണം ഈ തണ്ടുകളിലാണ് മരുരൂഹങ്ങൾ, മരുഭൂമിയിലെ സസ്യങ്ങൾ വെള്ളം ശേഖരിച്ചു വെക്കുന്നത്. അപ്പോൾ നേർത്ത തണ്ട് അനുയോജ്യമായ ഒരു കാര്യമല്ല, തെറ്റാണ്. ആഴത്തിലുള്ള വേരുകൾ. നമുക്കറിയാം മരുഭൂമിയിൽ വെള്ളം കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ ആഴത്തിലുള്ള വേരുകൾ ഉപയോഗിച്ചിട്ട് മാത്രമേ സസ്യങ്ങൾക്ക് കുറച്ചെങ്കിലും വെള്ളം നേടിയെടുക്കാൻ സാധിക്കൂ. അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ്. മൂന്നാമത്തത് വലിയ ഇലകളാണ്.
വലിയ ഇലകൾ മരുഭൂമിയിലെ സസ്യങ്ങൾക്ക് ഉണ്ടാവില്ല. നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? ഒന്നുകിൽ ഇലകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മുള്ളുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെറിയ ഇലകളായിരിക്കും. കാരണം വലിയ ഇലകളാകുമ്പോൾ ഈ ഇലകളിലൂടെയുള്ള ജലനഷ്ടം കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ നഷ്ടപ്പെടുത്താൻ ഈ മരുഭൂമിയിലെ സസ്യങ്ങളുടെ കയ്യിൽ ജലമില്ല. അതുകൊണ്ട് വലിയ ഇലകൾ പാടില്ല. അത് തെറ്റായ ഓപ്ഷനാണ്. നാലാമത്തത് തണ്ടുകളിലെ മെഴുകു പോലത്തെ ആവരണം. ശരിയാണ്. മരുഭൂമിയിലെ സസ്യങ്ങളുടെ തണ്ടുകളിൽ മെഴുകു പോലുള്ള ആവരണം ഉണ്ടാകും. കാരണം ജലനഷ്ടം തടയുക എന്നതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അത് ശരിയാണ്. 4 പ്രസ്താവനകൾ നമ്മൾ പരിശോധിച്ചു. ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്ന് മനസ്സിലാക്കി. ഇനിയാണ് നമ്മൾ കൃത്യമായ ഉത്തരം അടയാളപ്പെടുത്തേണ്ടത്. താഴെയുള്ള ഓപ്ഷനുകൾ ഒന്ന് വായിച്ചു നോക്കാം. അവിടെയാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. 1ഉം 2ഉം, അതായത് 1ഉം 2ഉം പ്രസ്താവനകളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. 2ഉം 4ഉം, 4ഉം 1ഉം, 3ഉം 4ഉം. നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത്? അനുകൂല ഘടകങ്ങളായിരുന്നു. ഇതിൽ അനുകൂല ഘടകങ്ങൾ വന്നത് 2ഉം 4ഉമാണ്. നമ്മൾ ശരിയിട്ട് വെച്ചു. അപ്പൊ 2ഉം 4ഉം ഓപ്ഷൻ വരുന്നത് ബി ആണ്. അപ്പൊ ബി ആണ് നമ്മുടെ ശരിയുത്തരം. 2ഉം 4ഉം, അതിനാണ് നമ്മൾ ശരിയിടേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആമ്പലിന്റെ അനുകൂലനങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ചു ശരിയായത് തിരഞ്ഞെടുക്കുക. ഇലകളിലും തണ്ടുകളിലും മെഴുകു പോലുള്ള ആവരണം ഉള്ളതിനാൽ വെള്ളത്തിലാണെങ്കിലും അഴുകിപ്പോകുന്നില്ല. 2, ഇലകളിലെയും തണ്ടുകളിലെയും വായു അറകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്നു. ഇനി ഓപ്ഷൻസ്: 2ഉം ശരിയാണ്, 2ഉം തെറ്റാണ്, 1 ശരി, 2 തെറ്റ്, 1 തെറ്റ്, 2 ശരി. ഇപ്പൊ പ്രസ്താവനകൾ നമുക്ക് നോക്കാം. ആമ്പലിന്റെ അനുകൂലനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായതാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ശരിയുള്ളത് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. ഒന്നാമത്തെ പ്രസ്താവന: ഇലകളിലും തണ്ടുകളിലും മെഴുകുപോലുള്ള ആവരണം ഉള്ളതിനാൽ വെള്ളത്തിലാണെങ്കിലും അഴുകിപ്പോകുന്നില്ല. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആമ്പലിന്റെയും താമരയുടെയും പഠിക്കുന്ന 2 അനുകൂലനങ്ങളിൽ ഒന്നാണ് ഇത്. മെഴുക് ആവരണമുണ്ട്. കാരണം എപ്പോഴും വെള്ളത്തിൽ ഉണ്ടാവുന്ന സസ്യങ്ങളാണ്. അപ്പോൾ ഈ മെഴുക് ആവരണം ഇല്ലെങ്കിൽ ഇലകളൊക്കെ ചീഞ്ഞു പോകും. അപ്പോൾ ഈ മെഴുകാവരണം ഉള്ളത് അനുകൂലമാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തത്: ഇലകളിലെയും തണ്ടുകളിലെയും വായു അറകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്നു. ഇതും ഏറ്റവും പ്രധാനപ്പെട്ട അനുകൂലനങ്ങളിൽ ഒന്നാണ്. ഈ താമരയുടെയും ആമ്പലിന്റെയും തണ്ടിലും ഇലയിലൊക്കെ വായു നിറഞ്ഞിരിക്കുന്ന അറകൾ ഉണ്ടായിരിക്കും. അതാണ് വായു അറകൾ. അതുള്ളത് കൊണ്ട് ഈ സസ്യങ്ങൾക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സാധിക്കും. അപ്പൊ അതും ശരിയാണ്. അപ്പൊ ഈ 2 ഓപ്ഷനുകളും ശരിയാണ്. ശരിയായതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ 2ഉം ശരിയാണ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പൊ അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. അടുത്ത ചോദ്യം നോക്കാം. ഇത് മറ്റൊരു രീതിയിലുള്ളൊരു ചോദ്യമാണ് അല്ലെ. താഴെ പറയുന്ന ശാരീരിക സവിശേഷതകളിൽ നിന്നും ജീവിയെ തിരിച്ചറിയുക. കാലുകളിലെ വിരലുകൾ ചർമ്മം കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. ചിറകുകൾ തുഴകളായി ഉപയോഗിക്കുന്നു. ത്വക്കിനടിയിലെ കൊഴുപ്പ് ആവരണം തണുപ്പിനെ പ്രതിരോധിക്കുന്നു. ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. താറാവ്, തവള, പെൻഗ്വിൻ, ഒട്ടകം. അപ്പോൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ പ്രവർത്തനം ചെയ്യാൻ. കാരണം കാലുകളിലെ വിരലുകൾ ചർമ്മം കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. അതായത് ചർമ്മബന്ധിതമായ വിരലുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക താറാവായിരിക്കും. ഒന്നാമത്തെ ഓപ്ഷൻ താറാവാണ്. നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയാണ് അവിടെ ഒന്നാമത് തന്നെ താറാവിനെ കൊടുത്തത്. പക്ഷേ രണ്ടാമത്തത് നമ്മൾ നോക്കി, ചിറകുകൾ തുഴകളായി ഉപയോഗിക്കുന്നു. ചിറക് എന്ന് കണ്ടത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് സംശയിച്ച് എന്ന് വരില്ല. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയാലോ, ത്വക്കിനടിയിലെ കൊഴുപ്പ് ആവരണം തണുപ്പിനെ പ്രതിരോധിക്കുന്നു. ആളവിടെ നിന്ന് മാറി, താറാവല്ല അല്ലെ. രണ്ടാമത്തതിൽ തന്നെ മാറിയിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ത്വക്കിനടിയിലെ കൊഴുപ്പ് ആവരണം ഉള്ളത് ആർക്കാണ്? തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പെൻഗ്വിനാണ്. സി ആണ് ഇവിടെ ശരി ഉത്തരം അല്ലേ. നമുക്ക് സിയിലാണ് നമ്മൾ ശരിയിടേണ്ടത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത് എന്നതാണ് ചോദ്യം. ഇതിൽ നമുക്ക് ഓരോന്നും വായിച്ചു നോക്കാം. മുതുകിൽ കൊഴുപ്പ് രൂപത്തിൽ ജലം സംഭരിക്കുന്നു ഒട്ടകം. ഇത് ശരിയാണോ? ശരിയാണ്. ഒട്ടകത്തിന് മരുഭൂമിയിൽ വെള്ളം എപ്പോഴും ലഭിക്കില്ല. അപ്പോൾ ലഭിക്കുന്ന സമയത്ത് പരമാവധി വെള്ളം കൊഴുപ്പിന്റെ രൂപത്തിൽ മുതുകില് സംഭരിച്ചു വെക്കും അല്ലെ, ആവശ്യമുള്ള സമയത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട്. അത് ശരിയാണ്. നമ്മളോട് ചോദിച്ചത് തെറ്റായ ജോഡി കണ്ടെത്താനാണ്. അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തത് ചർമ്മബന്ധിതമായ വിരലുകൾ. താറാവ്
നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. താറാവിന്റെ വിരലുകൾ ചർമ്മബന്ധിതമാണെന്ന് നമുക്കറിയാം. ശരി. ശ്വസിക്കാൻ ചെകിളപ്പൂക്കൾ, തവള. ആ ഓപ്ഷൻ ശരിയാണോ? അല്ല. ചെകിളപ്പൂക്കൾ കൊണ്ട് ശ്വസിക്കുന്നത് ആരാണ് നമ്മൾ പഠിച്ചത്? മത്സ്യമാണ്. തവള ചെകിളപ്പൂക്കൾ കൊണ്ട് ശ്വസിക്കുന്നില്ല, അല്ലെ? അപ്പോ അത് തെറ്റായ ഓപ്ഷനാണ്. ഇനി ഇലയിൽ മെഴുകുപോലുള്ള ആവരണം, താമര. ശരിയാണ്. നമ്മൾ തൊട്ട് മുൻപത്തെ ചോദ്യത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? തെറ്റായ ജോഡി വരുന്നത് ഏതാണ്? സി ആണ്. ശ്വസിക്കാൻ ചെകിളപ്പൂക്കൾ, തവള. തവളയല്ല അത്. അപ്പോ അതാണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ മനുഷ്യനിർമ്മിത ആവാസങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ? പുൽമേടുകൾ, മിയാവാക്കി വനങ്ങൾ, പുഴകൾ, ജൈവ വൈവിധ്യ ഉദ്യാനങ്ങൾ. ഇതില് ചോദ്യം നമ്മൾ ശ്രദ്ധിക്കണം. ഏതാണ് ചോദിച്ചത്? മനുഷ്യനിർമ്മിത ആവാസങ്ങൾ ആണ് ചോദിച്ചത്. പുൽമേടുകൾ മനുഷ്യൻ നിർമ്മിച്ചതാണോ? അല്ല, പ്രകൃതിയിൽ ഉണ്ടാകുന്നതാണ്. അപ്പൊ പ്രകൃതിദത്ത ആവാസം ആണ്. അപ്പൊ അത് തെറ്റാണ്. അടുത്തത് മിയാവാക്കി വനങ്ങൾ. നമ്മൾ പ്രത്യേകം പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. മിയാവാക്കി വനങ്ങൾ പെട്ടെന്ന് വളർന്ന് വലുതായി ഉണ്ടാക്കുന്ന നഗരവനങ്ങൾ, മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന നഗരവനങ്ങളാണ് മിയാവാക്കി വനങ്ങൾ. അത് എന്താണ്? മനുഷ്യനിർമ്മിതമാണ്. പുഴകൾ മനുഷ്യൻ ഉണ്ടാക്കുന്ന ഒരു ആവാസമല്ല, പ്രകൃതിദത്തമാണ്. അടുത്തത് ജൈവ വൈവിധ്യ ഉദ്യാനങ്ങൾ. നമ്മൾ സ്കൂളുകളിലൊക്കെ ജൈവ വൈവിധ്യ ഉദ്യാനങ്ങൾ അധ്യാപകരും കുട്ടികളും ഒക്കെ ചേർന്ന് ഉണ്ടാക്കാറുണ്ട്. അത് മനുഷ്യനിർമ്മിതമാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? മനുഷ്യനിർമ്മിതത്തിനുള്ള ഉദാഹരണങ്ങൾ മിയാവാക്കി വനങ്ങളും ജൈവ വൈവിധ്യ ഉദ്യാനങ്ങൾ. അതായത് 2, 4. അപ്പൊ 2ഉം 4ഉം ഓപ്ഷൻ വരുന്നത് താഴെ ഏതാണ്? പരിശോധിച്ചാൽ നമുക്ക് കാണാം ഡിയിലാണ് 2ഉം 4ഉം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വാസസ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരേ വിഭാഗത്തിൽ പെടുത്താൻ സാധിക്കുന്നവർ ഉൾപ്പെടുന്ന ജോഡി ഏത്? വീഡിയോ പോസ് ചെയ്ത് വേഗം തന്നെ ഉത്തരം അടയാളപ്പെടുത്തുക. നമുക്ക് നോക്കാം. വാസസ്ഥലത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അതായത് വസിക്കുന്ന സ്ഥലം ഒരേപോലെ ആയിരിക്കണം. അത് വരുന്ന ജോഡി ഏതാണ് എന്ന് നോക്കേണ്ടത്. ആട് ആമ, ആമ്പൽ തവള, മാവ് അണ്ണാൻ, ഒട്ടകം മത്സ്യം. അല്ല, ആടും ആമയും ഒരേ വാസസ്ഥലത്താണോ ഉണ്ടാവുക? ആട് എവിടെയാണ്? കരയിൽ മാത്രം. ആമയ്ക്കോ? കരയിലും പറ്റും ജലത്തിലും പറ്റും. അപ്പൊ അവര് ഒരേ ആവാസത്തിൽ വരുന്നവരല്ല. ആമ്പൽ നോക്കാം, വെള്ളത്തിൽ മാത്രം. തവളയോ? കരയിലും വെള്ളത്തിലും. അപ്പൊ അവരും ഒരേ ആവാസത്തിൽ വരുന്നില്ല, നമുക്ക് തെറ്റിട്ട് വെക്കാം. ഇനി മാവും അണ്ണാനും. മാവ് കരയിൽ മാത്രമാണ്, അണ്ണാനും കരയിൽ മാത്രമാണ്, ഒരേ വിഭാഗത്തിൽ പെടുന്നവരാണ്. അപ്പൊ അവർക്ക് നമുക്ക് ശരിയിടാം. അടുത്തത് ഒട്ടകവും മത്സ്യവും. ഒരിക്കലും ഒരേ വിഭാഗത്തിൽ പെടില്ല, അല്ലെ? ഒട്ടകം കരയിലാണ്, മരുഭൂമിയിലാണ്. മത്സ്യമാവട്ടെ വെള്ളത്തിലും. അപ്പൊ അതും പറ്റില്ല. അപ്പൊ നമ്മുടെ ശരിയുത്തരം ഓപ്ഷൻ ഏതാണ്? സി ആണ്, മാവ് അണ്ണാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അജീവീയ ഘടകങ്ങൾ മാത്രമുള്ള കൂട്ടം തിരഞ്ഞെടുക്കുക. അജീവീയ ഘടകങ്ങൾ മാത്രമുള്ള കൂട്ടം ഏതാണെന്ന് നമ്മൾ നോക്കണം. അജീവീയ ഘടകവും ജീവീയ ഘടകവും നമ്മൾ പഠിച്ചതാണ്. ജീവനുള്ള ഘടകങ്ങൾ, ആവാസ വ്യവസ്ഥയിലെ ജീവനുള്ള ഘടകങ്ങൾ ജീവീയ ഘടകവും, ജീവനില്ലാത്ത ഘടകങ്ങൾ അജീവീയ ഘടകങ്ങൾ എന്നുമാണ് അറിയപ്പെടുന്നത്. ഇവിടെ അജീവീയ ഘടകങ്ങൾ മാത്രം വരുന്നത് മരം, ജലം. എ അതാണ് ഓപ്ഷൻ. ബിയിൽ മണ്ണ്, മരം. സിയിൽ സൂര്യപ്രകാശം, വായു. ഡിയിൽ ജലം, ഉറുമ്പ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മരം അജീവീയ ഘടകമാണോ? പെട്ടെന്ന് നമ്മൾ ആണെന്ന് കരുതി പോകാൻ സാധ്യതയുണ്ട്, പക്ഷെ അല്ല. മരങ്ങള് ജീവീയ ഘടകമാണ്. അവയ്ക്ക് ജീവനുണ്ട്. അവ വളർന്നു വലുതാകുന്നുണ്ട്, വളരാൻ ആവശ്യമായ ആഹാരം ഉണ്ടാക്കുന്നുണ്ട്, അല്ലെ? അപ്പോൾ ജീവീയ ഘടകമാണ്. ജലം അജീവീയമാണ്. അപ്പോൾ അതൊരു ഓപ്ഷൻ അല്ല, തെറ്റിടാം. നമുക്ക് അജീവീയ ഘടകങ്ങൾ മാത്രമുള്ളതാണ് വേണ്ടത്. മണ്ണ്, മരം. മണ്ണ് അജീവീയ ഘടകമാണ്, ജീവനില്ല. പക്ഷെ മരത്തിന് ജീവനുണ്ട്, അപ്പോൾ അതും തെറ്റാണ്. സി സൂര്യപ്രകാശം, വായു. സൂര്യപ്രകാശത്തിന് ജീവനുണ്ടോ? ഇല്ല, അജീവീയ ഘടകമാണ്. വായുവിന് ജീവനുണ്ടോ? ഇല്ല, അതും അജീവീയ ഘടകമാണ്. അപ്പൊ അത് രണ്ടും ശരിയാണ്, അജീവീയ ഘടകങ്ങൾ ഉള്ള കൂട്ടമാണ്. നമ്മൾ ശരിയിട്ടു. ഇനി ജലം, ഉറുമ്പ്. ജലത്തിന് ജീവനില്ല, പക്ഷെ ഉറുമ്പിന് ജീവനുണ്ട്. തെറ്റാണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? സി ആണ്. സൂര്യപ്രകാശം, വായു എന്നിങ്ങനെ വരുന്ന സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ നൽകിയവയിൽ വായു മലിനീകരണത്തിന് കാരണമാകാൻ സാധ്യതയില്ലാത്തത്
ശ്രദ്ധിക്കേണ്ട ഭാഗം സാധ്യത ഇല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ്: വ്യവസായശാലകളിൽ നിന്നുള്ള പുക, പ്ലാസ്റ്റിക് കത്തിക്കുന്നത്, ഭക്ഷണാവശിഷ്ടങ്ങൾ പുഴയിലേക്ക് വലിച്ചെറിയുന്നത്, വാഹനങ്ങളുടെ പുക. ഇതിൽ വായുമലിനീകരണത്തിന് കാരണമാകാൻ സാധ്യത ഇല്ലാത്തത് വ്യവസായശാലകൾ, ഫാക്ടറികളിൽ നിന്നുള്ള പുക വായുമലിനീകരണത്തിന് സാധ്യത ഇല്ലേ? ഉണ്ട്. അപ്പോൾ അതിന് സാധ്യതയുണ്ട്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ വായു മലിനമാവുന്നുണ്ട്, ശരിയാണ്. ഭക്ഷണാവശിഷ്ടങ്ങൾ പുഴയിലേക്ക് വലിച്ചെറിയുന്നത് വായുവിനെ മലിനമാക്കുന്നുണ്ടോ? അത് ജലമലിനീകരണത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് പറയാം അല്ലെ. അപ്പോൾ വായുവിനെ മലിനമാക്കുന്നില്ല, അപ്പോൾ അത് നമ്മൾ തെറ്റിട്ടു. വാഹനങ്ങളുടെ പുക വായുവിനെ മലിനമാക്കുന്നുണ്ടോ? തീർച്ചയായും ഉണ്ട്. അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ്. പക്ഷെ നമുക്ക് വേണ്ടത് സാധ്യത ഇല്ലാത്തത് ആണ്. അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഇതിൽ വരുന്ന ഓപ്ഷൻ ഏതാണ്? നിങ്ങൾ തന്നെ കണ്ടെത്തി പറയൂ. സി ആണ്, ഭക്ഷണാവശിഷ്ടങ്ങൾ പുഴയിലേക്ക് വലിച്ചെറിയുന്നത്. അപ്പൊ അതിന് നമ്മൾ ടിക്കിട്ടു. നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നു. താഴെ നൽകിയവയിൽ ആമയുടെ അനുകൂലമായി വരുന്നവ ഏതെല്ലാം? 1 കട്ടിയുള്ള പുറന്തോട്, 2 വെള്ളം കുടിക്കുന്നത് മൂക്കിലൂടെയാണ്, 3 പല്ലുകളില്ല, പകരം ശക്തിയേറിയ ചുണ്ടുകളാണുള്ളത്, 4 90 വർഷം മുതൽ 150 വർഷം വരെയാണ് ആയുസ്. ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്ന് നമുക്ക് പരിശോധിക്കണം. ആമയുടെ അനുകൂലമായി വരുന്നവ, അപ്പോൾ അനുകൂലമായിട്ട് വരുന്ന സവിശേഷതകളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. കട്ടിയുള്ള പുറന്തോട് ആമയ്ക്കുണ്ടോ? ഉണ്ട്, ശരി. വെള്ളം കുടിക്കുന്നത് മൂക്കിലൂടെയാണ്, ശരിയായ പ്രസ്താവനയാണ്. പല്ലുകളില്ല, പകരം ശക്തിയേറിയ ചുണ്ടുകളാണുള്ളത്, അതും ശരിയായ പ്രസ്താവനയാണ്. 90 വർഷം മുതൽ 150 വർഷം വരെയാണ് ആയുസ്. വളരെ ആയുസ് കൂടിയ ഒരു ജീവിയാണ് ആമ. അപ്പോൾ എല്ലാം ശരിയാണ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കുക. A, B, C, D എല്ലാം ശരിയാണ്. അപ്പോൾ D ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ, 10 ചോദ്യങ്ങൾ ഇന്ന് നമ്മൾ പരിശോധിച്ചു. ഏറ്റവും പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് എല്ലാം. നിങ്ങൾക്ക് ഓരോന്നിനും മാർക്കുകൾ നേടിയിട്ടുണ്ടാകും. ആകെ 10ൽ എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് പരിശോധിച്ച് നമ്മുടെ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ചോദ്യവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.